തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം BJPക്ക് ലഭിച്ച ശേഷം നടന്ന ആദ്യത്തെ ആറ്റുകാൽ പൊങ്കാലയായിരുന്നു ഇന്നത്തേത്. ആ ആറ്റുകാൽ പൊങ്കാലയുടെ മുന്നൊരുക്കങ്ങളും ആ ആറ്റുകാൽ പൊങ്കാല പരാജയപ്പെടാനും വേണ്ടി പരമാവധി കുത്തിത്തിരിപ്പുണ്ടാക്കി തിരുവനന്തപുരത്തെ CPM-ഉം ഇടതുപക്ഷവും. ഏറ്റവും പ്രധാനമായി കുടിവെള്ളം മുട്ടിക്കുക എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ആറ്റുകാലിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ഒരാഴ്ചയായി കുടിവെള്ളത്തിന് വലിയ ക്ഷാമമാണ് ഉണ്ടായിരുന്നത്. കേരളം ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ്. ഇടതുമുന്നണിയുടെ ഭരണസിരാകേന്ദ്രത്തിൻ്റെ മൂക്കിൻ തുമ്പിലാണ് ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എന്നിട്ടും അവിടെയും ഇവിടെയും കുടിവെള്ളം ഇല്ലാതെയായപ്പോൾ, പൈപ്പുകൾ പൊട്ടിയെന്ന് പറഞ്ഞ് ജലവിതരണം പൂർണ്ണമായി നിർത്തിയപ്പോൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ കമ എന്നൊരു അക്ഷരം മിണ്ടിയില്ല. വിളിച്ചാൽ ഫോൺ എടുക്കില്ല. യാതൊരു തരത്തിലുള്ള മറുപടിയുമില്ല. ജനങ്ങളെ വലയ്ക്കാൻ പറ്റുന്ന അത്രയും ജനങ്ങളെ വലച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ടോ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭയിലെ അംഗങ്ങൾ നഗരസഭയ്ക്കുള്ളിൽ സമരം ചെയ്യുന്നു. വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ, കുടിവെള്ളം മുട്ടിച്ചതിൻ്റെ പേരിലാണ് സമരം ചെയ്യുന്നത് എന്നുകൂടി ഓർക്കണം. എന്ത് ഉളുപ്പില്ലായ്മയാണ് ഇവർക്കുള്ളത് എന്നത് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ഈ ജലവിതരണം മുടങ്ങിയ സാഹചര്യത്തെ വളരെ തന്ത്രപരമായി മറികടക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷനും തിരുവനന്തപുരത്തെ മേയർ VV രാജേഷിനും കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം. 60 ടാങ്കറുകൾ സജ്ജീകരിച്ചുകൊണ്ട് ഓരോ വാർഡിലും, തിരുവനന്തപുരം നഗര ഹൃദയത്തിലുള്ള ഓരോ വാർഡിലും ഓരോ ടാങ്കറുകൾ, ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് 8 ടാങ്കറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പൊങ്കാലയ്ക്കെത്തിയ മുഴുവൻ ആളുകൾക്കും വെള്ളം കൃത്യമായി തന്നെ നൽകാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇതിനപ്പുറം എന്ത് സംവിധാനങ്ങളാണ് ഒരുക്കേണ്ടത്? നമുക്കറിയാം, നഗരത്തിലെ പാർക്കിംഗ് വിഷയം അടുത്തതായി. തിരുവനന്തപുരം നഗരത്തിലേക്ക് പൊങ്കാലയ്ക്കായി എത്തുന്ന വാഹനങ്ങൾ അത് നിരവധിയാണ്. ആ വാഹനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പാർക്കിംഗ് ഫീസ് വാങ്ങിക്കൊണ്ട് കൊള്ളയടിക്കുന്ന സംവിധാനം, അതിനെതിരെ കഴിഞ്ഞ 2 ദിവസങ്ങളായി വളരെ ശക്തമായ നടപടിയെടുക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. VV രാജേഷ് തന്നെ നേരിട്ടിറങ്ങി. MR ഗോപൻ അടക്കമുള്ള തിരുവനന്തപുരം നഗരസഭയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ നേരിട്ടിറങ്ങി പാർക്കിംഗ് ഫീസ് കൊള്ള നടത്തിയ ആളുകളെ കയ്യോടെ പിടികൂടിക്കൊണ്ട് അവരെ പോലീസിൽ ഏൽപ്പിച്ചുകൊണ്ട് അവർ പിടിച്ചു പറിച്ച പണം ആ ആളുകൾക്ക് തിരികെ നൽകിക്കൊണ്ട് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാണിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. VV രാജേഷ് പറഞ്ഞതുപോലെ അടുത്ത വർഷം പൊങ്കാല മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരം നഗരഹൃദയങ്ങളിലേക്ക് എത്തുന്ന വാഹനങ്ങളുടെ പാർക്കിംഗ് സംവിധാനങ്ങളാണ്. ആളുകൾ സ്വമേധയാ ഫ്രീയായി സൗജന്യമായി അവരവരുടെ വസ്തുവകകൾ പാർക്കിങ്ങിനായി വിട്ടുകൊടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഇനി അല്ല, ആർക്കെങ്കിലും പണം വാങ്ങി പാർക്കിംഗ് ഫീസ് പിരിക്കണമെന്നുണ്ടെങ്കിൽ കോർപ്പറേഷനിൽ രജിസ്റ്റർ ചെയ്ത് നഗരസഭയുടെ എല്ലാ തരത്തിലുമുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം അവർ പാർക്കിംഗ് ഫീസ് പിരിക്കാൻ. അവിടെയും നഗരസഭ നിഷ്കർഷിക്കുന്ന പാർക്കിംഗ് ഫീസ് മാത്രമേ അവർ പിരിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യുമെന്ന് VV രാജേഷ് വ്യക്തമാക്കുന്നു. എന്തായാലും BJP ആദ്യമായി നഗരസഭയുടെ ഭരണമേറ്റെടുക്കുമ്പോൾ ഇത്രത്തോളം ചൊരുക്ക് CPM-നും ഇടതുമുന്നണിക്കും ഉണ്ടാകുമെന്ന് കരുതിയതല്ല. ആറ്റുകാൽ പൊങ്കാല ആരുടെയുമല്ല, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു കേരളത്തിൻ്റെ പൊതുവായൊരു ഉത്സവമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീകളുടെ സംഗമമാണ് ആറ്റുകാൽ പൊങ്കാല എന്നുള്ളത്. അപ്പോൾ അതിനെ വിജയിപ്പിക്കേണ്ടത് തിരുവനന്തപുരത്തുകാരുടെ, കേരളത്തിലെ മലയാളികളുടെ ആവശ്യമാണ്. എന്നാൽ ഇവിടെ രാഷ്ട്രീയ വിരോധം കൊണ്ട് തന്നെ ആറ്റുകാൽ പൊങ്കാലയുടെ മുന്നൊരുക്കങ്ങൾ പോലും അട്ടിമറിക്കാൻ ശ്രമിച്ച ഒരു ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടിയുമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നുള്ളത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർമാർ സമരം പ്രഖ്യാപിച്ചു. ആറ്റുകാലിലെത്തുന്ന ഭക്തജനങ്ങളുടെ സേവനത്തിന് ഡോക്ടർമാരുണ്ടാകില്ല എന്ന് നമ്മുടെ സർക്കാർ ഡോക്ടർമാരുടെ സംഘടന അങ്ങ് പ്രഖ്യാപിച്ചു. അതോടുകൂടി അമൃത ഹോസ്പിറ്റലും സേവാഭാരതിയും പറഞ്ഞു, എത്ര ഡോക്ടർമാരെ നിങ്ങൾക്ക് വേണം, എത്ര ഡോക്ടർമാരെ വേണം, ഞങ്ങൾ തരാം. അതോടുകൂടി അത് പൊളിഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു, ശുചീകരണ തൊഴിലാളികൾ കാണില്ല,
CITയുടെ നേതൃത്വത്തിൽ ശുചീകരണ തൊഴിലാളികൾ ആറ്റുകാൽ പൊങ്കാല ദിവസം അങ്ങ് അവധിയെടുത്തു കളയും. അതോടുകൂടി ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ നഗരഹൃദയം അങ്ങനെ തന്നെ കിടക്കും. മണ്ണും ചെളിയും കല്ലും മണ്ണും കരിയും പുകയുമായി കിടക്കും. നഗരം വൃത്തിയാകില്ല. സേവാഭാരതി പറഞ്ഞു, നിങ്ങൾക്ക് എത്ര പേരെ വേണം? നിങ്ങൾക്ക് എത്ര പേരെ ശുചീകരണ തൊഴിലാളികളായി വേണം? 2000 പേരെ വേണോ? 3000 പേരെ വേണോ? അതോ 5000 പേരെ വേണോ? ഞങ്ങൾ തരാം. അതോടുകൂടി ആ നാടകവും സമരനാടകവും പൊളിഞ്ഞു. മൂന്നാമതായിട്ടാണ് കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടുള്ള സമരം നടത്തിയത്. എന്തിനാണിത്? കേരളത്തിലെ ജനങ്ങൾ, തിരുവനന്തപുരം ജനങ്ങളെങ്കിലും ഇത് തിരിച്ചറിയണം. ഇത്രയ്ക്കും ഇരട്ടത്താപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലുണ്ടെങ്കിൽ അത് കേരളത്തിലെ ഇടതുപക്ഷമാണെന്ന് തിരിച്ചറിയണം. ആറ്റുകാൽ പൊങ്കാലയുടെ മുന്നൊരുക്കങ്ങൾ പോലും നശിപ്പിക്കാൻ ശ്രമിച്ച ആളുകളോട് നിങ്ങൾ കൃത്യമായി തന്നെ അതിൻ്റെ മറുപടി ചോദിക്കേണ്ടിയിരിക്കുന്നു. അത് ചോദിക്കുക തന്നെ വേണം. എന്തായാലും വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് തിരുവനന്തപുരം നഗരസഭ ആറ്റുകാൽ പൊങ്കാല മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് നടത്തിയത് എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. തിരുവനന്തപുരം നഗരസഭ ഇതുവരെ ഇടപെടാത്ത രീതിയിൽ പാർക്കിംഗ് ഫീസ് വിഷയത്തിലായാലും കുടിവെള്ള വിഷയത്തിലായാലും വി രാജേഷ് നേതൃത്വത്തിലുള്ള നഗരസഭ ഭരണസമിതി ഇടപെട്ടു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. വരും വർഷങ്ങളിൽ ഒരു കുറവുകളുമില്ലാതെ ഇത്തവണ എന്തെങ്കിലും പിഴവുകളും കുറവുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് വരും വർഷങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നടത്താനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുമെന്ന് വി രാജേഷ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.